ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് മലബാറി. നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു, തൽക്കാലം ലോറി ജീവിതം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ സൗദിയിലാണ്, അപ്പോൾ ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടോട്ടെ എന്ന് ചോദിച്ചായിരുന്നു. കാരണം നമുക്കുള്ള ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസാണ്. വലിയ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും നമുക്കില്ല. നമുക്കുള്ള ഒരു ചെറിയ കിച്ചണിൽ വെച്ചുള്ള ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതായത് വളരെ സിമ്പിളായിട്ട് സ്വാദിഷ്ടമായ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല. പുതിയതായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ല ഇഞ്ചിയുടെ നമ്മൾ മിക്സിയിലിട്ട് അരച്ച ഒരു പേസ്റ്റാണ്. 3 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി നമുക്ക് ഇങ്ങനെ കാണുന്ന പോലെ തന്നെ അങ്ങോട്ട് വെതറിയൊക്കെ ഇടാം. അതിന് ശേഷമായിട്ട് ഒരു കളറിന് വേണ്ടി നമ്മുടെ ഫ്രൈക്ക് ഒരു കളർ കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മലബാറി ആദ്യമായിട്ടാണ് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ അതിനോട്ടിട്ടുണ്ട്. 1 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ജീരകം, ഒരു ടീസ്പൂൺ ജീരകം ഇടാം. അതിനുശേഷം ഉപ്പ്, അത് നിങ്ങളുടെ ആവശ്യത്തിനാണ് ഇടേണ്ടത്. എനിക്ക് ഉപ്പ് കയ്യിലിട്ടെങ്കിൽ മാത്രമേ തൃപ്തിയാകത്തുള്ളൂ, അതുകൊണ്ടാണ്. അതിന് ശേഷമായിട്ടാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. നമുക്ക് കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കാം. ഒരു 3 സ്പൂണാണ് ഞാൻ, പിന്നെ എൻ്റെ ഒരു കൈയുടെ അളവിനാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് എള്ളെണ്ണ കൂടെ ഒരു ശകലം കേട്ടോ, ഒരു ശകല എള്ളെണ്ണ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാവുന്നതാണ്. ശേഷം നമ്മൾ ദൈവമേ ഇതെല്ലാം ശരിയാകണേ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇളക്കണം. ഇതെങ്ങനെ പ്ലങ്കോ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് ഇളക്കണം. കാരണം എൻ്റെ പാത്രം ഇടയ്ക്കിടയ്ക്ക് തെന്നിപ്പോകുന്നുണ്ട് കേട്ടോ. കാരണം വേറെ സപ്പോർട്ടൊന്നുമില്ല, ഇതെല്ലാം ഞാൻ തന്നെയാണ്. അതായത് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ്, ഇളക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഒരു കൈ ക്യാമറ പിടിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് ഇളക്കുന്നതുകൊണ്ടുള്ളൊരു ചെറിയ ഇതുകൊണ്ട് ഞാൻ ഇപ്പോൾ കണ്ടോ, ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇളക്കി നല്ല മസാലയൊക്കെ പരണ്ടിരിപ്പുണ്ട് കേട്ടോ. പിന്നീട് ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു 2-3 മണിക്കൂർ, എത്ര മണിക്കൂർ കൂടുന്നോ ഒരു 6 മണിക്കൂറൊക്കെ ഇരുന്ന് അതിലും അത്രയും ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ 6 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ ഞാൻ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു 4 പീസാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള കുറച്ച് എണ്ണ ഇതിലേക്ക് പാനിലേക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നേരെ ചിക്കൻ അതിലേക്ക് ഇടാം കേട്ടോ. അതിനുശേഷം നമ്മുടെ തിളച്ച് മറിഞ്ഞ് കിടക്കുന്ന ഒരു ഓയിലിലേക്ക് നമ്മുടെ ചിക്കനെ ഇങ്ങനെ പ്ലിങ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. പ്ലിങ് എന്ന് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലേക്ക് എണ്ണ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള 4 പീസുകൾ നമ്മൾ പതിയെ എണ്ണയിലേക്ക് ഇറക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പതിയെ ഇത് നമ്മുടെ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം കേട്ടോ. കാരണം നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് വേകാനായിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ ഒരു സൈഡിൽ നിന്ന്, കാരണം ഒരു സൈഡേ ഇപ്പോൾ വേകുന്നുള്ളൂ, നമ്മൾ ഓയിൽ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഒരു മണമൊക്കെ ഇങ്ങനെ പതിയെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കരിയാതെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് പൊക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊക്കിയപ്പോൾ ഒരു സൈഡ് വെന്തായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ പതിയെ അങ്ങോട്ട് തിരിച്ചിടാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പീസായിട്ട് ആ മസാല ഇളകി പോകാതെ പതിയെ തിരിച്ച് അങ്ങോട്ടിട്ട് ആ ഒരു സൈഡും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേനാണ്, കാരണം ഇപ്പോൾ നമ്മൾ തിരിച്ചിടാൻ തുടങ്ങിയപ്പോഴും നല്ല അടിപൊളി നല്ല പൊളിയും മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിനിയും കാരണം ഇത് എത്രയും പെട്ടെന്ന് വെന്ത് ഇട്ടിട്ട് വേണം എനിക്കിതൊന്ന് കഴിക്കാനായിട്ട്. ഗുണം ഞാനും വളരെ ത്രില്ലാണ്, കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണ്ടൊരു ഇലയുടെ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട്, അന്നെൻ്റെ കൈയൊക്കെ പൊളിയായിരുന്നു നാട്ടിൽ വെച്ച്. അതിനുശേഷം പിന്നീട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ത്രില്ലാണ്. അപ്പോൾ അത് 2 സൈഡും വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതിയൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് പതിയെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് മാറ്റി ഇടുകയാണ് കേട്ടോ. പതിയെ എൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റി, കാരണം ഒരു കൈ ക്യാമറയും പിടിച്ച് ഒരു കയ്യിൽ ഇത് പിടിച്ചിടണം. അപ്പം എൻ്റെ എനിക്കുള്ള ഒരു പരിമിതികൾ വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം ചെറിയ കുറ്റങ്ങളും തെറ്റുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ
അപ്പോൾ ചങ്കുകളെ നമ്മുടെ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റ് കുറച്ച് വെറൈറ്റി കുക്കിംഗ് വീഡിയോസും അതുപോലെ ട്രാവലിംഗ് മലബാറിയാണ് നമ്മൾ. അപ്പം നമ്മുടെ മെയിൻ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ട്രാവലിംഗ് ആണ്. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോസും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ കാണാം. റിൻസ്കാരാണ് യൂട്യൂബർ ട്രാവലിംഗ് മലബാറി.